ഇന്ന് നമുക്ക് ഫോർട്ട് കൊച്ചി വരെ പോകാമേ, അതും വാട്ടർ മെട്രോയിൽ. ഇവർ രണ്ടുപേരും ഓൾറെഡി എൻ്റെ അടുത്ത് കയറിയിട്ടുണ്ട്, ഞാൻ കയറിയിട്ടില്ല. കയറിയപ്പോൾ തന്നെ പമ്മ പറഞ്ഞു എന്നത്തെക്കാട്ടി കൂടുതൽ തിരക്കാണല്ലോ ഇന്നെ. പക്ഷേ എനിക്ക് തിരക്ക് ഫീൽ ചെയ്തില്ല, കാരണം ഞാൻ ഫസ്റ്റ് ടൈം ആണല്ലോ ഇതിൻ്റെ അകത്തോട്ട് കയറുന്നത്. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നോക്കിയും കണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. ഇത് കണ്ടോ, നീളത്തിലൊരു ബെഞ്ചുണ്ട്, ഇതിൻ്റെ രണ്ട് സൈഡിലും നമ്മളിങ്ങനെ ഇരിക്കണം. അങ്ങനെ ബോട്ട് വരുന്ന സമയത്ത് ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ ആൾക്കാർ പോകുമ്പോൾ നമ്മളിങ്ങനെ മുന്നോട്ട് നീങ്ങിയിരിക്കണം. അതാണ് എനിക്കിങ്ങനെ കസാരകളിയൊക്കെ ഇങ്ങനെ കളിക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്തേ. ഇതാണ് നമ്മുടെ മെട്രോ കാർഡ്. ഇത് ഉണ്ടെങ്കിൽ മാത്രം ഉള്ളിലോട്ട് കയറാനും ഇറങ്ങാനൊക്കെ പറ്റത്തുള്ളൂ. നമ്മുടെ നോർമലി മറ്റേ മെട്രോ ഇല്ലേ, അതിൽ യൂസ് ചെയ്യുന്ന കാർഡ് പോലെ. അങ്ങനെ കുറേ നേരം ഇരുന്നപ്പം ഞങ്ങൾ ലുഡോ കളിക്കാനിരുന്നേ. ലുഡോ കളിക്കുമ്പോൾ അറിയാമല്ലോ, നമ്മൾ ചുറ്റുമുള്ളതൊന്നും ഓർക്കില്ല, ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ബോട്ട് വന്നു, നേരെ അതിനകത്തോട്ട് ഓട്ടമായിരുന്നേ. ശരിക്കും സീറ്റ് പിടിക്കുക, കളിക്കുക, അതുമാത്രമായിരുന്നു ഉദ്ദേശം. നേരെ അകത്ത് കയറിയിട്ട് ഫസ്റ്റ് ടൈം ബോട്ടിനുള്ളിൽ കയറുമ്പം നമ്മളിങ്ങനെ പുറത്തോട്ടൊക്കെ നോക്കുമല്ലോ. പക്ഷെ ഞങ്ങൾക്ക് 3 പേർക്കും സമയം കിട്ടിയില്ല, ഞങ്ങളിങ്ങനെ കളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ കളിയിൽ ജിബിയ വിൻ ചെയ്തു, പമ്മ വിൻ ചെയ്തു. നോർമലി മൂന്നാമതുള്ള ആൾ എന്തായിരിക്കും എന്നറിയാമല്ലോ, പക്ഷെ ഞാനത് പറയുന്നില്ല, എനിക്ക് ഭയങ്കര വിഷമമാവും. അങ്ങനെ ഞാൻ പുറത്തോട്ട് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വെള്ളം ഭയങ്കര പേടിയാണ്. ഇനി ഒരു ദിവസം അമ്മേനെ അച്ഛനെ കൊണ്ടുവന്ന് ഇതിനകത്തൊക്കെ കേട്ടോണ്ട് ഇങ്ങനെ ഓർത്തിരിക്കുകയാണ്. അങ്ങനെ അവസാനം നമ്മൾ ഫോർട്ട് കൊച്ചി എത്തി. ഇങ്ങനെ എത്തിയിട്ട് ഈ ഒരു വിഷ്വൽ കാണുമ്പോൾ ഞാൻ ഏത് ദിവസമാണ് ഇവിടെ എത്തിയതെന്ന് പറയാൻ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നോക്കി ഇങ്ങനെ വെറുതെ മുന്നോട്ട് നടക്കുകയാണ്. നമ്മുടെ സായി പല്ലവി കയ്യിലിട്ടേക്കുന്ന മാലയുണ്ടല്ലോ, അതാണ് ശരിക്കും ഞങ്ങളിങ്ങനെ നോക്കി നടന്നത് കേട്ടോ. അങ്ങനെ നടക്കുമ്പോൾ ഈ ഒരു മരം കണ്ണിപ്പെട്ടെ. ഇതിൻ്റെ പേര് സർപ്പഗന്ധി എന്നാണ്. ഇത് തുടരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ അതെന്താണെന്ന് അറിയില്ല. തുടരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ട് ചായ കുടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ പോയി 3 ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ശരിക്കും ഫോർട്ട് കൊച്ചി വന്നത് കുരിയച്ചൻ്റെ പള്ളിയിൽ പോകാനായിട്ടാണ്. അങ്ങനെ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് കുറേ സാധനങ്ങളൊക്കെ നോക്കി ഇതിൽ നിന്നൊരു മോതിരം, അല്ല 2 മോതിരം ഞാൻ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ ഒരു ഓട്ടോ വിളിച്ചിട്ട് കുരിയച്ചൻ്റെ പള്ളിയിൽ പോയി. ആ പള്ളിയിൽ പോയിട്ട് മാല, ആ മെഴുകുതിരിയൊക്കെ കത്തിച്ച് ശരിക്കും അവിടെ ഇങ്ങനെ കച്ചവടം ചെയ്യുന്നവരുണ്ടല്ലോ, നമ്മൾ ഭീഷണിപ്പെടുത്തിയൊക്കെയാണ് സാധനങ്ങൾ വാങ്ങിപ്പിക്കുന്നത്. മാല ഇങ്ങനെ മെഴുകുതിരി വാങ്ങുന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുന്ന പോലെയൊക്കെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ കുരിയച്ചനെ പള്ളിയിലൊക്കെ കയറി ഇറങ്ങിയിട്ട് നേരെ ഞങ്ങൾ വീണ്ടും ബീച്ചിലോട്ട് വന്നേ. ബീച്ച് വന്നിട്ട് 2 കപ്പലണ്ടിയൊക്കെ വാങ്ങി. ശരിക്കും ഈ കപ്പലണ്ടി എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെ തീരുമെന്ന് എനിക്കറിയില്ല, മേടിക്കുന്നത് മാത്രം എനിക്ക് ഓർമ്മ കാണും. അങ്ങനെ കഴിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് നേരത്തെ ഇവിടെ വരുമ്പോൾ ഇത് ഇങ്ങനെ ഇറങ്ങി നടക്കാനൊന്നും സ്ഥലമില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ മണ്ണൊക്കെ ഇട്ടതാണോ, മണ്ണൊക്കെ കയറി വന്നതാണോ എന്നറിയത്തില്ല. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് വരുന്നത്. അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ ഇങ്ങനെ ഇരുന്ന് കണ്ട് കേട്ട് ഇങ്ങനെ പഠിച്ചിരുന്നപ്പോഴാണ് ഞങ്ങൾ 3 പേരും ഓർത്തത് നമുക്ക് തിരിച്ചു പോകാൻ മെട്രോ ഇല്ല, ബസ്സിന് പോകണമെന്ന്. ബസ്സിന് പോകാനായിട്ട് ഞങ്ങളുടെ 3 പേരും കയ്യിൽ പൈസ ഇല്ല, ഗൂഗിൾ പേ മാത്രമേ ഉള്ളൂ. അവിടെ കുറേ പേരോട് കടകളിൽ നമ്മൾ ചോദിച്ചു, ഗൂഗിൾ പേ അയച്ചു തരാം, ക്യാഷ് തരുമെന്ന് ചോദിച്ചിട്ട് ഒരു മനുഷ്യർ തന്നില്ല കേട്ടോ. അങ്ങനെ തരില്ലാന്ന് തോന്നുന്നു, ആരും തന്നില്ല. അങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴാണ് അതേ ഈ ഒരു ചേട്ടനെ കണ്ടത് കേട്ടോ. നല്ല സ്നേഹമുള്ളൊരു ചേട്ടനായിരുന്നു. ശരിക്കും ഞങ്ങൾ ചോദിച്ചപ്പോൾ തന്നെ നമുക്ക് പൈസ തന്നു, പിന്നെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ നേരെ ബസ് പിടിച്ച് ഓട്ടോ ആയിരുന്നു ഹോസ്റ്റലിലോട്ടെ. ഈ വീഡിയോ ഓഫ് ചെയ്യാത്തപ്പോൾ പമ്മ പറഞ്ഞു, ടാറ്റയും ബൈബയും പറ, ഇവള് ഈ വീഡിയോ ഒന്ന് ഓഫ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ ടാറ്റയൊക്കെ തന്നിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ നല്ലൊരു സൺഡേ ആയിരുന്നു.